നിധി ചേട്ടാ, ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ? നക്ഷത്ര ചോദിക്കുമ്പോൾ അവൻ കണ്ണു ചിമ്മി ചിരിച്ചു. ശരിയടാ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇന്ന് രാത്രി സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങണം. ആദർശ് ഉറക്കെ പറയുമ്പോൾ ഡോർ ഭാഗത്തേക്ക് നടന്ന പപ്പ പെട്ടെന്ന് നിന്നു. തിരിഞ്ഞ് ആദിയെ നോക്കി. അമർത്തിയൊന്ന് മൂളി. എന്താ അങ്കിൾ? ഒരു പുച്ഛം. വരുണും പ്രവീണും ഒരുപോലെ ചോദിച്ചു. എന്ത് പുച്ഛം? ഒന്നുമില്ല. പപ്പ പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ ആദിയും നക്ഷത്രയും. ആദ്യേട്ടാ, അഞ്ജലിയും കുഞ്ഞുവാവയും ഞാൻ കണ്ടില്ല. അവരെ കൂടി കണ്ടിട്ട് പോകാം. ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുന്നവരെ കണ്ട് അഞ്ജലി തല താഴ്ത്തിയിരുന്നു. എന്താ അഞ്ജു, എന്തു പറ്റി? തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ തല താഴ്ന്നല്ലോ. ആദി സംശയത്തോടെ പപ്പയെ നോക്കി മുഖം ചുളിച്ചു. നക്ഷത്ര അഞ്ജുവിനരികിലായിരുന്നു. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല അഞ്ജു. അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. സോറി നക്ഷത്ര, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അഞ്ജലിയുടെ കൈകൾ നക്ഷത്രയുടെ കവിൾത്തടത്തിൽ പതിക്കും മുന്നേ അവൾ മുഖം പിന്നിലേക്ക് വലിച്ചു. വേദന ഉണ്ടോ? നീ തന്നതിന് മേലെ അങ്കിളും സമ്മാനം തന്നു. എന്തോ നല്ല വേദന, അതാ. ഞാൻ നക്ഷത്രയെ അടിച്ചു. ആദിയുടെ മുഖം ചുവന്ന് തൊടുത്തു. ദേഷ്യത്തോടെ കൈ ചുരുട്ടി പിടിച്ചു. ഏയ്, അതിൽ വിഷമിക്കേണ്ട പെണ്ണെ. നീ വന്നതുകൊണ്ടല്ലേ ആദിയേട്ടന് ഞങ്ങളുള്ള സ്ഥലം അറിയാൻ പറ്റിയത്. താങ്ക്സ്. നക്ഷത്ര തല ചരിച്ച് കുഞ്ഞിനെ നോക്കി. വാവാച്ചി, എന്തിനാ കൈ വായിൽ വെച്ചിരിക്കുന്നേ? വിശക്കുന്നുണ്ടോ? അവൾ കുഞ്ഞിനോട് കൊഞ്ചലോടെ സംസാരിക്കുമ്പോൾ ആദർശിന്റെ അതരങ്ങളിൽ ഒരു ചിരി വിരിഞ്ഞു. പപ്പ അവനെ അടിമുടി നോക്കി. എന്താ പപ്പ? എന്ത്? ഒന്നുമില്ല. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആദർശ് അമലയുടെ അടുത്തേക്ക് നടന്നു. ആ കയ്യിൽ അമർത്തി പിടിച്ചു. സോറി ആൻറ്റി. അവർ വേദന കലർന്നൊരു ചിരി അവന് സമ്മാനിച്ചു. ആൻറ്റിക്ക് അറിയില്ലായിരുന്നു മോനെ. കണ്ണിൽ ചോരയില്ലാത്തവനാണ് എന്നറിയാം. പക്ഷെ ഇത്രയ്ക്കും നികൃഷ്ട ജന്മമാണെന്ന് ഇന്നലെ അഞ്ജു പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ആൻറ്റി, ഞാൻ. വേണ്ട മോനെ. ആദ്യം എന്തോ പറയാൻ വന്നതും അമല അത് തടഞ്ഞു. സ്വന്തം ചോരയിൽ പിറന്ന മകളെ വരെ തള്ളി പറഞ്ഞവനാ. അവളോട് കാണിച്ചത് സ്നേഹമൊന്നുമല്ല, വെറും കാപട്യം മാത്രമാണ്. അങ്ങനെയുള്ള ആൾ ഉള്ളതും ഇല്ലാത്തതും കണക്കാ. ചിലമ്പിച്ച അമലയുടെ ശബ്ദം. തൊണ്ടക്കുഴിയിലും നെഞ്ചിലും എവിടെയൊക്കെയോ ഒരു വേദന. ആരുടെയും മുഖത്തേക്ക് നോക്കാതെ അമല ജനൽ ഭാഗത്തേക്ക് നടന്നു. കമ്പിയിൽ മുറുകെ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തൂവി. തല താഴ്ത്തി നെഞ്ചിൽ അമർന്നു കിടക്കുന്ന താലിയിലേക്ക് നോക്കി. 24 വർഷം അയാൾക്കൊപ്പം ജീവിച്ചു. നാളെ എന്താകും അറിയില്ലല്ലോ ഈശ്വര. ഒരു കൈകൊണ്ട് ആ താലിയെ അമർത്തി പിടിച്ചു. അത് അങ്ങനെയാണ്. സ്നേഹിച്ചിട്ടോ പ്രണയിച്ചിട്ടോ ചേർത്ത് പിടിച്ചിട്ടോ ഇല്ലാത്ത ഒരാളുടെ താലിയാണെങ്കിൽ കൂടി അത് നെഞ്ചിൽ നിന്ന് അകന്നു മാറുന്ന വേളയിൽ അവളുടെ ഹൃദയം ഒന്ന് നിലയ്ക്കും. അമ്മ, അച്ഛ വരില്ലേ? നേത്രയുടെ നെഞ്ചിൽ പതുങ്ങി ചേർന്ന് കിടന്നുകൊണ്ട് ലച്ചുമോള് ചോദിച്ചു. അവൾ മൗനമായി. അമ്മ, അച്ഛ ഇനി വരില്ല. ഉറപ്പോടെ പറയുമ്പോൾ ഒരു മിന്നൽ ജനൽപ്പാളി വഴി അകത്തേക്ക് കയറി. പേടിയോടെ മകളെ അമർത്തി പിടിച്ചു. അതെന്താ വയ്യാത്തേ? സംശയത്തോടെ ചോദിക്കുന്നവളെ തല താഴ്ത്തി നോക്കി. ലച്ചുമോൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചു. ആ നിമിഷം മഴ ഇടിച്ചു കുത്തി പെയ്തു തുടങ്ങി. നിച്ചു പേടിയാ. പോട്ടെ, അമ്മ മതി. കുഞ്ഞു പതിയെ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു. നിലക്കണ്ണാടിക്ക് മുന്നിൽ നിന്നു. തെളിഞ്ഞു കാണുന്ന തൻ്റെ രൂപം. പുച്ഛത്തോടെ ചിരിച്ചു. മകൾക്ക് അച്ഛനില്ല. അപ്പോ ഇതിൻ്റെ ആവശ്യം നിനക്കുണ്ടോ? ഇല്ല. നെറ്റിത്തടത്തിലെ സിന്ദൂരം കൈവെള്ളയിൽ അമർത്തി തുടയ്ക്കുമ്പോൾ കണ്ണിൽ നിന്നും ജലഗണം ഇറ്റു വീണു. ഹൃദയത്തിൽ ചോര പൊടിഞ്ഞു. മാലയിൽ നിന്നും താലിയെ അടർത്തി മാറ്റി. ഇനി നേത്രയ്ക്ക് ലച്ചുമോൾ മാത്രമേ ഉള്ളൂ. ചെയ്തു കൂട്ടിയ പാപങ്ങൾ എന്നെ വട്ടം ചുറ്റി പിടിക്കുമ്പോഴും ഇനി അങ്ങോട്ട് ജീവിക്കണം എൻ്റെ മകൾക്ക് വേണ്ടി മാത്രം. വിതുമ്പലോടെ തിരിഞ്ഞ് ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. ഈ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഒരു ജോലിക്ക് പോകാൻ എനിക്കാവില്ല. അടുക്കളയിലിരിക്കുന്ന സാധനങ്ങൾ തീരുമ്പോൾ അവൻ പറഞ്ഞ പോലെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരാം. എന്നാലും ആർക്ക് മുന്നിലേക്കും നേത്ര പോവില്ല. ഉറച്ച തീരുമാനം. മകളെയും ചേർത്ത് പിടിച്ച് കിടന്നു. പുറത്ത് കുതിച്ചു പെയ്യുന്ന മഴ. കണ്ണും അനുസരണക്കേട് കാട്ടുന്നു. പതിയെ പതിയെ ഉറക്കത്തിലേക്ക് വീണു. ആരുടെയോ കരലാളനയിൽ അവൾ ചിരിച്ചു. കളങ്കമില്ലാത്ത പുഞ്ചിരി. ആദ്യേട്ടാ, ഉയർന്ന നിശ്വാസത്തോടെ വിളിച്ചു.
നല്ല കുഞ്ഞുവാവയല്ലേ? ആദ്യേട്ടന് കുഞ്ഞു കുട്ടികളെ ഇഷ്ടമാണോ? ആദർശ് മൗനമായി കിടന്നു. അവൻ്റെ കവിൾത്തടത്തിലും താടിയിലും വിരലോടിച്ചു. മനസ്സിലാകുന്നുണ്ട്. എന്താ ആദർശേട്ടന് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷേ നിന്റെ ആഗ്രഹം അതിപ്പോൾ നടക്കില്ല. അതെന്താ? അത് ആദ്യം സ്റ്റഡീസ് കംപ്ലീറ്റ് ആവട്ടെ. ഇപ്പം എൻ്റെ നാച്ചു ഉറങ്ങാൻ നോക്ക്. ദർശേട്ടാ, ആ മുകുന്ദനും ജഗനും അവര് വേണ്ട നാച്ചൂട്ടാ, ഇപ്പോൾ ഒന്നും പറയുന്നില്ല. നാളെ നേരം പുലരുമ്പോൾ ദർശേട്ടന് സന്തോഷം തരുന്ന വാർത്ത മാത്രം കൊടുക്കണേന്ന് നിന്റെ കള്ളക്കണ്ണനോട് ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. ദർശ, സുഖമായി ഉറങ്ങിക്കോ. ഇനി ആരും എൻ്റെ നാച്ചുവിനെ തേടി വരില്ല. തലമുടിക്കിടയിൽ വിരൽ കടത്തി തഴുകുമ്പോൾ പതിയെ പതിയെ ഉറക്കം അവളെ വിഴുങ്ങി. അച്ഛാ, ആദ്യേട്ടനെ കണ്ടോ? ഹാ, ദേ ആ ഗേറ്റ് ഭാഗത്തുണ്ട്. പത്രക്കാരനെ പിടിച്ചു നിർത്താനാവും. അവൾ സംശയത്തോടെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. ഇന്നെന്താ പ്രത്യേകത? എന്നും പത്രം നൈറ്റ് നോക്കുന്ന ആളല്ലേ? പപ്പ അവളെ ചേർത്ത് പിടിച്ചു. അമ്മയെ നഷ്ടപ്പെടുത്തിയവരുടെ വാർത്ത ഇന്നത്തെ പത്രത്തിലും ടി വിയിലും ഉണ്ടാകും. ടി വി ഓൺ ചെയ്യുമ്പോഴേക്കും ആദർശ് അകത്തേക്ക് കയറി വന്നു. സിറ്റിക്ക് നടുവിൽ ആക്സിഡന്റ്. കാറിൽ 2 പേരുണ്ടായിരുന്നു. ഒരാൾ പോയി. മുകുന്ദനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവൻ ഉറക്കെ ചിരിച്ചു. സെറ്റിയിലിരുന്നു. ആദി, എന്താ നിന്റെ മനസ്സിൽ? അവനിനി പഴയതുപോലെ എഴുന്നേറ്റ് വരും. കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് ദീപുവാണ്. പറയ് ദീപു, എന്തായി? ആദി, രാത്രിയാ ഇവിടെ കൊണ്ടുവന്നത്. സീരിയസ് ആണ്. 1% സാധ്യത പോലും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. സ്പീക്കറിൽ കിടന്ന ഫോണിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ. ആനന്ദ് മേനോന്റെ ശരീരത്തെ ഒരു തണുത്ത കാറ്റ് വന്ന് പൊതിഞ്ഞു. ജാനകി ഹൃദയം പ്രിയപ്പെട്ടവളുടെ ഓർമ്മയിൽ വിങ്ങി പൊട്ടുമ്പോൾ മകൻ അരികിൽ ചേർന്നിരുന്നു. തോളിൽ കൈകൾ അമർത്തി. ആദി പപ്പയുടെ മുഖത്തേക്ക് നോക്കി. ഇതായിരുന്നോ നിന്റെ മനസ്സിൽ? ഇല്ല പപ്പ, അവനെ എന്ത് വില കൊടുത്തും തിരികെ കൊണ്ടുവരണം. ആദി, ഉള്ളിൽ ഒരു പേടി നിറയുമ്പോൾ പപ്പ വിളിച്ചു. എനിക്ക് മുകുന്ദനെ കൊണ്ട് ഒരു കാര്യമുണ്ട്. അതിനുവേണ്ടി ലക്ഷങ്ങളല്ല കോടികൾ ചിലവാക്കേണ്ടി വന്നാലും അതും ഞാൻ ചെയ്യും. ഉറപ്പിച്ച് പറഞ്ഞ് അവൻ സ്റ്റെപ്പിന് നേർക്ക് നടന്നു. അച്ഛാ, അറിയില്ല മോളെ, ഇനിയും അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദോഷം ചെയ്യും. പക്ഷേ ആദിയുടെ ലക്ഷ്യം എന്താന്ന് അറിയാനും പറ്റുന്നില്ല. സ്റ്റെപ്പുകൾ പകുതി കയറിക്കൊണ്ട് ആദർശ് താഴേക്ക് നോക്കി. പപ്പ, ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. നിതിനും അഞ്ജലിയും ദീപവും കിടക്കുന്ന ഹോസ്പിറ്റൽ മുകുന്ദനും വന്നത് നന്നായി. പോകുന്ന കൂട്ടത്തിൽ എല്ലാവരെയും ഒന്ന് കാണാം. അവൻ്റെ മുഖത്ത് അപ്പോഴും ഗൂഢമായ ചിരിയാണ്. പപ്പ തല കുലുക്കി. ദേ ചെക്ക, ഈ വീൽ ചെയറും ഉന്തി നടക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. ഇത് വലിയ കഷ്ടമാണല്ലോ എൻ്റെ ഈശ്വര. രമ നെഞ്ചത്ത് കൈവച്ചു. ഓ അമ്മ കഷ്ടപ്പെടണ്ട, ഞാൻ ദേ ഈ ചുവരിൽ പിടിച്ച് ഞൊണ്ടി ഞൊണ്ടി പൊയ്ക്കോളാം. ആ, എന്നാ നിന്റെ അടുത്ത കാലം ഞാൻ ഒടിച്ചിടും. എന്താ അമ്മ, എന്തിനാ വഴക്ക്? നീളൻ കോറിഡോറിലൂടെ അവർക്കരികിലേക്ക് വന്ന് വരുൺ ചോദിച്ചു. എൻ്റെ മക്കളെ, ഒരു ദിവസം 40 പ്രാവശ്യം ഈ വീൽ ചെയർ ഉരുട്ടി നടക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. വരുണും പ്രവീണും കൂർത്ത കണ്ണോടെ ദീപുവിനെ നോക്കി. എനിക്ക് എൻ്റെ അഞ്ചുവിനെയും കുഞ്ഞിനെയും കാണണം, കടുപ്പിച്ച് പറഞ്ഞു. ഓ, 40 പ്രാവശ്യം കാണാൻ അവളെന്താ ലോകസുന്ദരിയോ? കലിയോടെ രമ ചോദിക്കുമ്പോൾ ദീപുവിൻ്റെ മുഖം വീർത്തു. രണ്ടും ചുണ്ട് കടിച്ചമർത്തി ചിരി ഒതുക്കി. ആൻറ്റി റൂമിൽ പോയി റെസ്റ്റ് എടുക്ക്, ഞാൻ കൊണ്ടുപോകാം. വരുൺ ഫ്ലാസ്ക് പ്രവീണിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് വീൽ ചെയറിൽ പിടിച്ചു. നീ 2 കോഫി മേടിച്ച് നിതിനും അങ്കിളിനും കൊടുക്ക്, അപ്പോഴേക്കും ഞാൻ വരാം. പ്രവീൺ ക്യാൻറ്റീനിലേക്ക് നടന്നു. ചെല്ല്, 2 ദിവസം കഴിയുമ്പോൾ അമ്മയും കുഞ്ഞും അവരുടെ വീട്ടിൽ പോകും. നീ നമ്മുടെ വീട്ടിലും. പിന്നെ എങ്ങനെ കാണുമെന്ന് എനിക്കൊന്ന് അറിയണം. സാരി തുമ്പ് ഇടുപ്പിൽ കുത്തി അമ്മ പറയുമ്പോൾ ദീപു വെളുക്കനെ ചിരിച്ചു. അവളെ ഞാൻ അങ്ങോട്ട് വിടില്ല. എൻ്റെ ഒപ്പം നമ്മുടെ വീട്ടിൽ അഞ്ചു നിൽക്കും. ഈ വയസ്സുകാലത്ത് നിന്നെയും പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിനെയും കുഞ്ഞിനെയും നോക്കാനൊന്നും എനിക്ക് പറ്റില്ല. എന്താ, ഞാൻ മനുഷ്യസ്ത്രീ അല്ലേ? അതൊന്നും എനിക്കറിയില്ല. അഞ്ചു ഇങ്ങോട്ടും പോവില്ല. നീ എന്ത് നോക്കി നിൽക്കുവാ? ഉരുട്ടടാ. ദീപുവിൻ്റെ സ്വരം കടുത്തു. വരുൺ അമ്മയെ നോക്കി കൈ മലർത്തി. പ്രേമം തലയ്ക്ക് പിടിച്ചാൽ ഇതാണമ്മ അവസ്ഥ. വീൽ ചെയറും ഉരുട്ടി അഞ്ജലിയുടെ റൂമിലേക്ക് നടന്നു. രമ ഉള്ളം നിറഞ്ഞ് ചിരിച്ചു. കള്ളച്ചെറുക്കൻ. 3 പേരെയും നോക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ദൈവമേ, എൻ്റെ മക്കൾ എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കണേ. അഞ്ജു, ആൻറ്റി എവിടെ? ഇവിടെ നീയും കുഞ്ഞും മാത്രമേ ഉള്ളോ?
ദീപുവിനെ റൂമിലിരുത്തി പുറത്തേക്ക് നടക്കുമ്പോൾ വാഷ്റൂം ഭാഗത്തേക്ക് നോക്കി വരുൺ ചോദിച്ചു. അമ്മ ICUവിന് മുന്നിലുണ്ട്. അവളുടെ പതിഞ്ഞ സ്വരം. വരുൺ ദീപുവിന് നേരെ തിരിഞ്ഞു. തല കുലുക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. വാവാച്ചി, അച്ഛ വന്നു, ഒന്ന് കണ്ണു തുറന്നേ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുവന്ന് തുടുത്ത കൈവെള്ളയിൽ പതിയെ തഴുകി. മോൾ ഉറങ്ങട്ടെ ദീപു. അവൻ്റെ തോളിലേക്ക് ചാരി. എന്താടാ, നിനക്ക് വിഷമമുണ്ടല്ലേ? ദുഷ്ടനാണേലും ഡാഡിയായി പോയില്ലേ? പിന്നെ ജീവിച്ചിരുന്നാൽ ഇനി എല്ലാവരെയും ഉപദ്രവിക്കും. നമ്മളെ സമാധാനത്തോടെ ജീവിക്കാനും സമ്മതിക്കില്ല. ദൈവത്തോട് എന്തു പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് അറിയാനും വയ്യ. കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ അഞ്ജു, ഇത്രയൊക്കെ ദുഷ്ടത്തരം ചെയ്ത രണ്ടിനെയും വെറുതെ അവിടെ വിട്ടിട്ടാ അവർ ഞങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നത്. എന്നിട്ടും ദൈവത്തിൻ്റെ തീരുമാനം അത് മറ്റൊന്നായിരുന്നു. ജഗൻ പോയി, നിന്റെ ഡാഡി ഇങ്ങനെയും. നെഞ്ചിൽ മുഖം അമർത്തി വെച്ചിരിക്കുന്ന അഞ്ജലിയെ തല താഴ്ത്തി നോക്കി. ഇത്രമാത്രം നീ അറിഞ്ഞാൽ മതി, അതാ എല്ലാവർക്കും നല്ലത്. ആൻറ്റി, ഡോക്ടർ എന്തു പറഞ്ഞു? ആദർശ് ICUവിന് മുന്നിലെ ചെയറിൽ വാടി തളർന്നിരിക്കുന്ന അമലയെ കണ്ട് ചോദിച്ചു. അവർ വെപ്രാളത്തോടെ എഴുന്നേറ്റു. ശരീരം ഒന്ന് ആടിയുലയുമ്പോൾ അവൻ്റെ കൈകൾ അവരെ ചുറ്റി. മകൻ്റെ ഹൃദയച്ചൂടിലേക്ക് ആ അമ്മയെ ചേർത്ത് പിടിച്ചു. എന്താ ആൻറ്റി? പതിയെ അവൻ ചോദിക്കുമ്പോൾ അമലയൊന്ന് ഏങ്ങി. അത് മോനെ, ഡോക്ടർ ഇപ്പോൾ ക്യാബിനിലേക്ക് പോയി. വേണ്ടപ്പെട്ടവർ ആരെങ്കിലും കൂട്ടി ഡോക്ടറെ കാണാൻ പറഞ്ഞു. ആദർശ് പപ്പയെ നോക്കി. അയാൾ മുന്നേ നടന്നു. പിന്നാലെ ആദിയും അമലയും. ഇരിക്കൂ. മുന്നിലെ ചെയറിൽ ഡോക്ടർ വിരൽ ചൂണ്ടി. 3 ചെയറിലായിരുന്നു. നിങ്ങൾ മിസ്റ്റർ മുകുന്ദൻ്റെ ആരാ? ഞാൻ ആനന്ദ്. എൻ്റെ വൈഫിൻ്റെ ബ്രദറാണ് മുകുന്ദൻ. ഇതെൻ്റെ മകൻ. പപ്പ സ്വയം പരിചയപ്പെടുത്തി. അയാളുടെ അവസ്ഥ മോശമാണ്. ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നില്ല. 100% കോമാ സ്റ്റേജിലാണ്. ഞങ്ങളത് കഴിയുന്നത് ചെയ്തു. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഡോക്ടർ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പപ്പ ഞെട്ടലോടെ ആദിയുടെ തിളങ്ങുന്ന കണ്ണിലേക്ക് നോക്കി. 3 പേരും പുറത്തേക്ക് നടന്നു. ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും അയാൾ ഇരന്നു വാങ്ങിയ ശിക്ഷയായത്. പണത്തിനോടുള്ള അത്യാർത്തിയിൽ കൂടപ്പിറപ്പിനെയും ഒരു കുരുന്നു ജീവനെയും നശിപ്പിച്ചവൻ അങ്ങനെ കിടക്കട്ടെ, അമല ഉറക്കെ പറഞ്ഞു. ആൻറ്റി, ഇല്ല മോനെ, എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷെ ഇപ്പോൾ ഇല്ല. അയാൾ ചെയ്തു കൂട്ടിയത് മായവാൾ പോലെ തിരികെ തലയിൽ തന്നെ പതിച്ചു. നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നമ്മളെ തേടി വരുമെന്ന് ഈ കിടപ്പിൽ കിടന്ന് അയാൾ അറിയണം. പിന്നെ ഭാര്യയെന്ന എൻ്റെ വിലയും. ഇത്രയും കാലം അയാളുടെ കാൽച്ചുവട്ടിലെ നായ മാത്രമായിരുന്നു ഞാൻ. ഇനി മുതൽ അമല ആരായിരുന്നു, എന്തായിരുന്നുവെന്ന് മനസ്സിലാകും. അമല, ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നവരെ ആനന്ദ് സംശയത്തോടെ വിളിച്ചു. ഇല്ല ചേട്ടാ, പേടിക്കണ്ട. അയാളെ ഞാൻ പൊന്നു പോലെ നോക്കും. എന്നും ഈ കിടപ്പ് കിടക്കില്ലല്ലോ. തിരികെ പോകുന്നതിന് മുൻപ് എന്നെങ്കിലും അയാളൊന്ന് കരയണം. അവിടെയാ ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ വിജയം. അമലയുടെ കടുപ്പത്തിലുള്ള സംസാരം, ബലപ്പെട്ട മനസ്സും ഉറച്ച കാലടികളുമായി ആ സ്ത്രീ നടന്നകന്നു. ആദി തിരികെയുള്ള യാത്രയിൽ കോ ഡ്രൈവിംഗ് സീറ്റിൽ ചാരി കിടക്കുന്നവനെ നോക്കി വിളിച്ചു. ഞാൻ ആഗ്രഹിച്ചത് തന്നെ നടന്നു. ദൈവം എൻ്റെ ഒപ്പമാ. 23 വർഷങ്ങൾക്ക് ശേഷം അമ്മയും എൻ്റെ കുഞ്ഞിയും സന്തോഷിക്കുന്നുണ്ടാവും. പിടിച്ചു കെട്ടിയ കണ്ണുനീർ അണപൊട്ടി ഒഴുകുമ്പോൾ പപ്പ കാറ് സൈഡ് ഒതുക്കി. ഇതുപോലെ അവൻ കരഞ്ഞിട്ടില്ല, കരയിപ്പിച്ചിട്ടില്ല. ആ അച്ഛൻ വേദനയോടെ ഒരു നിമിഷം ഇരുന്നു. ആദി മോനെ, മകനെ ചേർത്ത് പിടിച്ചു. ഞാനും എൻ്റെ പപ്പയും അനുഭവിച്ചതെല്ലാം പോട്ടെ. എൻ്റെ അമ്മ 1 വർഷം സഹിക്കാൻ പറ്റുന്നില്ല പപ്പ. ആ അവസ്ഥ എന്താന്ന് അവനറിയണം. ദിവസങ്ങൾക്ക് ശേഷം നിതിനെയും ദീപുവിനെയും അഞ്ജുവിനെയും ഡിസ്ചാർജ് ചെയ്തു. ആൻറ്റി, അങ്കിൾ ഇങ്ങനെ കിടക്കുവല്ലേ? അഞ്ജുവിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ദീപു ചോദിക്കുമ്പോൾ അമല എന്തു പറയും എന്നറിയാൻ വയ്യാതെ നിന്നു. അമല, മോളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. രമ കൂടി പറയുമ്പോൾ അവർ തലകുലുക്കി. അമ്മ. വാര്യത്ത് വീട്ടിനകത്ത് ലച്ചിമോളുടെ കരച്ചിൽ ശബ്ദം ഉച്ചത്തിലായി. വഴിയെ പോകുന്നവർ വീട്ടിലേക്ക് സംശയത്തോടെ നോക്കി. മാഷേ, പുറത്ത് ഒരു സ്ത്രീ ശബ്ദം. വേണുമാഷും വനജയും വേണിയും പുറത്തേക്കിറങ്ങി. എന്താ സുരഭി, പതിവില്ലാതെ ഈ വഴിക്ക്? അത് മാഷേ. അവർ വിക്കലോടെ നിന്നു. ലച്ചിമോള് ഇന്നലെ രാത്രി മുതൽ ഭയങ്കര കരച്ചില. അയലത്ത് താമസിക്കുന്നത് കൊണ്ട് നന്നായി കേൾക്കാം. നേത്രയെ പുറത്തേക്കൊന്നും കാണാനുമില്ല. എന്നും മുറ്റമടിക്കാൻ ഇറങ്ങുന്നതാ. 2 ദിവസം കൊണ്ട് മുറ്റം അടിയുമില്ല. കരിയില കൊണ്ട് മുറ്റം നിറഞ്ഞു. അവൻ ജഗൻ അവിടെ ഇല്ലേ ചേച്ചി? അയ്യോ, അത് നിങ്ങൾ അറിഞ്ഞില്ലേ?
സുരഭി പെട്ടെന്ന് ചോദിച്ചു. എന്ത്? മാഷിന് വെപ്രാളം. അവരെല്ലാം പറഞ്ഞു. ഹാ, വൈകിയെങ്കിലും അവൾക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ, വനജ സന്തോഷത്തിൽ പറഞ്ഞു. സുരഭി പൊയ്ക്കോ, ഞാൻ വരാം. മാഷിൻ്റെ ഉള്ളം പേടിയിൽ മിടിച്ചു. തിരിഞ്ഞ് അകത്തേക്ക് ഓടിക്കയറി.